കാട്ടാളൻ, ഇടിയൻ പെപ്പയുടെ കാട്ടാളൻ അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. സോ ഇത് പെപ്പയുടെ പടമായോണ്ടൊന്നും അല്ല പോയി കണ്ടത്, ആക്ഷൻ പടമാണ്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറിനെ ഞാൻ കണ്ണും പൂട്ടി നമ്പി. അങ്ങേര് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞിട്ട് പടം എടുക്കുന്നു നോം വിചാരിച്ചു. ഐ റിയലി ഹാഡ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഓൺ ദിസ് ഗായ്. ഐ റിയലി ഹാഡ്. ഇനിയില്ല. ഒരു നിർഗുണ വേട്ടാവളിയന്മാരുടെ സൂപ്പർ മാർക്കറ്റാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു ഇവര് പടം എടുത്തു കഴിഞ്ഞപ്പോ ഇവർക്ക് തന്നെ മനസ്സിലായി ഇതൊരു നിർഗുണ അപരാധമാണെന്ന്. അപ്പൊ എന്ത് ചെയ്തു? ഹൈപ്പ് കയറ്റണം, ആൾക്കാരെ കയറ്റണം. കൊണ്ടുവന്നു മാർക്കോ യൂണിവേഴ്സ്. മാർക്കോന്റെ ക്ലൈമാക്സിലെ കൈ, മാർക്കോന്റെ ഇന്റർവെല്ലിലെ കാൽ, മാർക്കോന്റെ തുടക്കത്തിലെ തല. ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ദി ഇയർ ആണ് കാട്ടാളൻ. മറ്റേ ഉണ്ണി മൂന്തൻ കുറെ സ്റ്റോറിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതായത് നോ യൂണിവേഴ്സ്, ഐ ഓൾവേസ് ഗോ സോളോ. പണ്ണിങ്കളെല്ലാം കൂട്ടമായി വരും, സിംഗം സിംഗിളാതാ വരും, അങ്ങനെ എന്തൊക്കെയോ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഇങ്ങേരിത് എന്തോന്ന് സ്വയം പൊങ്ങിയാണെന്ന്. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ അപ്പ മനസ്സിലാവും ഉണ്ണി മൂന്നന്റെ റേഞ്ച് എന്താണെന്ന്. മാർക്കോല് അങ്ങേര് നടന്നു വരുന്ന സീന് അതിന് വരെ ഓറഞ്ച് സ്വാഗും ഉണ്ടായിരുന്നു, ബാക്ക് ഷോട്ടിന് വരെ. ഇതില് പെപ്പയാണ് ലോക നിർഗുണൻ. ലോക നിർഗുണം പറഞ്ഞാൽ ലോക നിർഗുണന്മാര് തോറ്റു, അജാതി നിർഗുണൻ. പെപ്പെ അടക്കം ഈ സകലമാന സിനിമയത്തെ കാസ്റ്റിന് പണിയാണ് തോന്നുന്നു. വൈറൽ ഫീവർ ഉള്ളപ്പോഴാണ് പടം എടുത്തിരിക്കുന്നത് തോന്നുന്നു. പെപ്പയുടെ കണ്ണ് മിഴിയില്ല, പെപ്പയുടെ ഉറക്കം തൂങ്ങിയ രീതിയിലുള്ള ഡയലോഗ് ഡെലിവറി, വായിൽ എന്താ തമ്പാക്ക് തിരികേണ്ടി തോന്നുന്നു പുഷ്പയത്തെ പോലെ, വായ തുറക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ, എക്സ്ട്രീം ലെവൽ ആർട്ടിഫിഷ്യൽ, അതും നാടക ഡയലോഗ്സ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ രവി ബസോർ കത്തിക്കാൻ വേണ്ടി തുടങ്ങി. ഭയങ്കര ലൗഡ് സാധനം, ഒരു തുള്ളി പോലും ഹൈ തോന്നിയില്ല. മാർക്കോല മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറുമ്പോൾ നമുക്ക് അതിന്റെ തരിപ്പ് കയറില്ലേ, ഇത് പനി പിടിച്ച പോലെ കൂനിക്കൂടി ഇരിക്കാനാ തോന്നിയത്. സകലമാന സാധനത്തിനും വയ്യ. ഇതിൽ കൊടൂര ക്രൂരനായ വില്ലനായിട്ട് കാണിക്കുന്ന രണ്ട് പേരെയാണ്. ഒന്ന് നമ്മുടെ സുനിൽ, സുനിലിനെ കാണുമ്പോ തന്നെ ചിരി വരികയാണ്. അജാതി ഒരു കോമഡി പീസിനാണ് പീക്ക് വില്ലനിസം കൊടുത്തിരിക്കുന്നത്, എപ്പിക് കാമാളി. ഇതിൽ മറ്റേ എന്താണ് നമ്മുടെ ബാലയ്യയുടെ മറ്റേ ഡാക്കു മഹാരാജത്തെ ഒരു സീനൊക്കെ അതേപോലെ എടുത്തു വെക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, അത് എപ്പിക്, ഇത് ഹാർപിക്. പിന്നെ അടുത്ത വില്ലൻ കബീർ ദുഹാൻ സിംഗ്, മാർക്കോലെ ഗൈനക്കോളജിസ്റ്റ് സൈറസ്. അങ്ങേരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്ന പീക്ക് കോമാളി. ആൻഡ് അങ്ങേർക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് അതിലേറെ തല്ലിപ്പൊളി വോയിസ്, ഗഡാഗഡിയനായിട്ടുള്ള ആളും അതേപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സൗണ്ടും. കുറെ തമിഴ് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് തമിഴ് ആക്ടേഴ്സിനെ കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് അവരെ കൊണ്ട് തമിഴ് പറയിപ്പിക്കാം. നമുക്ക് അറിയാത്ത ഭാഷയൊന്നും അല്ല തമിഴൊന്നും, ഏവണ്ടി ചെപ്പണ്ടി ഒന്നും അല്ലല്ലോ.